Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഗതാഗത പരിഷ്കാരങ്ങൾ പുനഃക്രമീകരിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. അങ്ങാടിക്കടവ്, കരയാമ്പറമ്പ് ജംഗ്ഷനുകളിലെ സിഗ്നലുകൾ പുനഃസ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ലോകത്തെമ്പാടും വണ്ടി ഓടിക്കുന്നത് ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങിയ ഒരു അപകടമല്ല. ഈ പള്ളിയുടെ പുറത്ത് ഇനിയുണ്ട്, ഇവിടെ ബമ്മുണ്ട്. ഇവിടെ ബമ്പിൽ കയറിയിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കി പോയാൽ നമ്മൾ അവിടെ നിന്ന് വണ്ടി ഫ്രീ ആയിട്ട് തുറന്നു പോകാൻ തുടങ്ങി. ഇത്രയും വണ്ടി ഇവിടെ കാണില്ല. നിങ്ങൾ നെടുമ്പാശ്ശേരി പോയി നോക്കി, ഒരു വണ്ടിയില്ല. ഇല്ല നമ്മൾ അത് ഇത്രയും വണ്ടി റഷ് ചെയ്യുന്നത് എന്താ? അച്ഛന്മാരെ ഇത്രയും വണ്ടി റഷ് ചെയ്യുന്നത് അവിടെ കിടക്കുന്നതുകൊണ്ടാണ്. മറ്റിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. എയർപോർട്ട് സെറ്റപ്പായി. നേരത്തെ നടത്തിയ ഗതാഗത പരിഷ്കാരങ്ങൾ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായി റോജി എം ജോൺ MLA മന്ത്രിയെ അറിയിച്ചിരുന്നു. നിയമസഭയിലും MLA ഈ വിഷയം അവതരിപ്പിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് മന്ത്രി ഒരു വട്ടം കൂടി പരാതി ഉണ്ടായ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തിയത്. കരയാമ്പറമ്പ് ജംഗ്ഷന് സമീപം മീഡിയൻ സ്ഥാപിക്കും. അവിടെ പുതിയ ക്രോസിംഗ് ക്രമീകരിക്കാൻ മന്ത്രി ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. അങ്ങാടിക്കടവ് സിഗ്നൽ ജംഗ്ഷനിൽ അങ്ങാടിക്കടവ് ഭാഗത്തേക്ക് സിഗ്നൽ തുറന്നു നൽകും. ഹൈവേയിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് കൂടുതൽ സമയം ലഭിക്കുന്ന രീതിയിൽ ക്രമീകരണം ഏർപ്പെടുത്തും. TB ജംഗ്ഷൻ വഴി കടന്നുപോകുന്ന സ്വകാര്യ ബസ്സുകളുടെ ഷെഡ്യൂളുകൾ കുറയ്ക്കുന്നതിന് MLAയുടെ നേതൃത്വത്തിൽ ട്രാഫിക് കമ്മിറ്റി ചേർന്ന് സ്വകാര്യ ബസ് ഉടമകളുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. റോജി എം ജോൺ MLA, നഗരസഭാ ചെയർമാൻ മാത്യു തോമസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, അങ്കമാലി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇവിടെ TB ജംഗ്ഷനിൽ സിഗ്നൽ അങ്ങാടിക്കടവ് ജംഗ്ഷൻ, അപ്പൊ അവിടെ റൈറ്റിലേക്കുള്ള സിഗ്നൽ അടച്ചിരുന്നു. ആ സിഗ്നൽ തുറന്നു കൊടുക്കും. പകരം ലെഫ്റ്റ് ഫ്രീ ആക്കി. ലെഫ്റ്റ് ഫ്രീ ആണ്. അതുകൂടാതെ തന്നെ ടൈമിംഗ് കുറയ്ക്കും. അങ്ങോട്ട് തിരിയുന്ന ടൈമിംഗ് കുറവായിരിക്കും. മെയിൻ റോഡിലായിരിക്കും കൂടുതൽ വച്ച് കിട്ടുന്നത്. മെയിൻ റോഡിൽ കൂടുതൽ വച്ച് കിട്ടും. അപ്പോൾ കൂടുതൽ വണ്ടി കടന്നു പോകും. മെയിൻ റോഡിൽ കടന്നു പോകും. അല്ലെങ്കിൽ അങ്ങ് കരയാമ്പറമ്പ് വരെ കിടക്കുകയാണ് വണ്ടി. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് കടത്തി വിടും. അത് കഴിഞ്ഞാൽ അവിടുന്ന് പ്രൈവറ്റ് ബസ്സുകൾ 450 ട്രിപ്പാണ് ഇതിൽ കടന്നു പോകുന്നത്. ഈ ക്രോസ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടി MLAയുടെ നേതൃത്വത്തിൽ RTOയും എല്ലാവരോടും സംസാരിച്ചിട്ട് പ്രൈവറ്റ് ബസ് ഉടമകൾ കണ്ടിട്ടുണ്ട്. അവരുമായിട്ട് സംസാരിച്ച് ട്രിപ്പുകളുടെ എണ്ണം ഇതിലെ ആവശ്യമുള്ള മാത്രം, ആശുപത്രിയിലും സിവിൽ സ്റ്റേഷൻ പോകാനുള്ള ആവശ്യമുള്ള ട്രിപ്പുകൾ മാത്രം ഒരു ഓരോരുത്തർ റൊട്ടീൻ വെച്ചിട്ട് ഓരോരുത്തർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരും. എല്ലാ ബസ്സുകാരെയും പറഞ്ഞാൽ അല്ല ഒരാൾക്ക് മാത്രം ഒരു നീതിയും, വേറെ അവർക്ക് ഒരുപാട് കിലോമീറ്റർ ഓടുന്നുള്ള പരാതിയായിട്ട് അവർ വന്നിട്ടുണ്ടെങ്കിൽ സംസാരിച്ച് ഏറ്റവും വണ്ടികളുടെ എണ്ണം കുറയ്ക്കും. അത്യാവശ്യത്തിന് മാത്രം ഇതിലേ പോകാനും മറ്റുള്ളവർ സ്റ്റാൻഡിൽ കയറിയിട്ട് പോകാനുള്ള അപ്പോൾ അവിടെ കുരു അഴി ഇനിയും വരും. അഴിഞ്ഞില്ലെങ്കിൽ ഇനി വരുമ്പോൾ ഞാൻ പറയുന്നതെല്ലാം കേൾക്കാം. ശരി സർ, താങ്ക് യു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജ്വല്ലേഴ്സ്, അങ്കമാലി.